റോം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ശക്തിയും സാമ്രാജ്യവും ഓർമ്മ വരും. ഇന്നത്തെ ഇറ്റലിയുടെ തലസ്ഥാനമായ റോം ഒരിക്കൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമായിരുന്നു. ലോകചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു നഗരമാണ് റോം. റോമിന്റെ തുടക്കം ക്രിസ്തുവിന് മുൻപ് 753 വർഷത്തിലേക്കാണ് പോകുന്നത്. ഐതിഹ്യം അനുസരിച്ച് റോമുലസ്, റീമസ് എന്ന ഇരട്ട സഹോദരങ്ങളാണ് റോം സ്ഥാപിച്ചത്. ഒരു പെൺ ചെന്നായ ഇവരെ വളർത്തിയതായാണ് കഥ. പിന്നീട് റോമുലസ് നഗരത്തിന് തന്റെ പേരിൽ റോം എന്ന് പേരിട്ടു. ആദ്യകാലത്ത് റോം ഒരു രാജ്യമായിരുന്നു. രാജാക്കന്മാരാണ് ഭരണം നടത്തിയിരുന്നത്. എന്നാൽ രാജാക്കന്മാരുടെ ക്രൂരതയും അനീതിയും കാരണം ജനങ്ങൾ അവരെ പുറത്താക്കി. അതിനുശേഷം റോം ഒരു റിപ്പബ്ലിക്കായി മാറി. ഇവിടെ രാജാവിനുപകരം സെനറ്റും കോൺസുലുകളും ചേർന്നാണ് രാജ്യം ഭരിച്ചത്. ഈ കാലഘട്ടത്തിലാണ് റോം ശക്തമായ സൈന്യമുണ്ടാക്കുകയും പല പ്രദേശങ്ങളും കീഴടക്കുകയും ചെയ്തത്. റോമൻ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ നേതാവാണ് ജൂലിയസ് സീസർ. അവൻ ഒരു വലിയ സൈനികനും ഭരണാധികാരിയുമായിരുന്നു. റോമിനെ ശക്തമാക്കിയെങ്കിലും അധികാരം മുഴുവൻ സ്വന്തമാക്കാൻ ശ്രമിച്ചതിനാൽ അവന്റെ തന്നെ കൂട്ടുകാർ അവനെ ക്രിസ്തുവിന് മുൻപ് 44 കൊലപ്പെടുത്തി. ജൂലിയസ് സീസറിന് ശേഷം ഓഗസ്റ്റസ് സീസർ അധികാരത്തിലെത്തി. അവനോടെയാണ് റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക തുടക്കം. ഒരു സമയത്ത് റോമൻ സാമ്രാജ്യം യൂറോപ്പിന്റെ ഭൂരിഭാഗവും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളും ഏഷ്യയിലെ പ്രദേശങ്ങളും ഭരിച്ചു. അത്രയും വലിയ ശക്തിയായിരുന്നു റോം. കൊളോസിയം പോലുള്ള മഹത്തായ കെട്ടിടങ്ങൾ, ശക്തമായ റോഡുകൾ, ജലം കൊണ്ടുപോകുന്ന അക്വാഡക്റ്റുകൾ എന്നിവ എല്ലാം റോമിന്റെ ബുദ്ധിയും സാങ്കേതിക കഴിവും തെളിയിക്കുന്നതാണ്. ഇന്നും ഈ നിർമ്മിതികൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. ആദ്യകാലത്ത് ക്രിസ്ത്യാനികൾ റോമിൽ പീഡിപ്പിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം അംഗീകരിച്ചതോടെ ക്രിസ്തുമതം സാമ്രാജ്യത്തിന്റെ പ്രധാന മതമായി മാറി. റോം മതപരമായ കേന്ദ്രമായി മാറുകയും ചെയ്തു. കാലക്രമേണ അഴിമതിയും സാമ്പത്തിക തകർച്ചയും വിദേശാക്രമണങ്ങളും വർദ്ധിച്ചു. ഇതിന്റെ ഫലമായി ക്രിസ്തു വർഷം 476 പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം തകർന്നു. ഇതോടെയാണ് ഒരു മഹത്തായ സാമ്രാജ്യത്തിന്റെ അവസാനം സംഭവിച്ചത്. ഇന്ന് റോം ഒരു ചരിത്രനഗരമായി നിലനിൽക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ റോം കാണാൻ എത്തുന്നു. എല്ലാ വഴികളും റോമിലേക്കാണ് പോകുന്നത് എന്ന പ്രസിദ്ധമായ വാക്ക് റോമിന്റെ പ്രാധാന്യം ഇന്നും ഓർമ്മിപ്പിക്കുന്നു. ഒരു ചെറിയ നഗരത്തിൽ നിന്ന് ലോകം കീഴടക്കിയ സാമ്രാജ്യം, അതാണ് റോം.